ബലാത്സംഗത്തിനുള്ള ആഹ്വാനവുമായി BJP പ്രാദേശിക നേതാവ്. സമൂഹ മാധ്യമത്തിലെ ലൈംഗികാരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ജീവനൊടുക്കിയതിലാണ് ആഹ്വാനം. വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നാണ് തൊടുപുഴ സ്വദേശി അജയ് ബി മാരാർ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു ഇയാൾ എന്നുകൂടി ഓർക്കണം. മാനസികമായി താങ്ങാൻ പറ്റില്ലാത്ത, മനസ്സിന് വലിപ്പമില്ലാത്ത ആളുകളോട് മാത്രമായിട്ടാണ് എനിക്കിനി പറയാനുള്ളത്. ഇത്തരം ദുരനുഭവങ്ങൾ ഇനിയും ആണുങ്ങൾക്ക് പലതും നേരിടേണ്ടി വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായി ഇങ്ങനെ ഒരു നാണം കെടുത്താൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ, മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ച് പിന്നെ നാണം കെട്ടു മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ രാഹുൽ സുരേഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, വെറും വിവാദ പരാമർശം എന്ന് പറഞ്ഞു. നല്ല കാര്യം ഇവനൊക്കെ അവിടെ ജയിപ്പിക്കാത്തത്. ഇവനെ എങ്ങനെ ഇയാളെ എങ്ങനെയാ നാട്ടിലേക്ക് സ്ഥാനാർത്ഥിയെ മത്സരിച്ചു? അവനെ നാട്ടിലെങ്ങനെ ഇറക്കി കിടത്തണ്ടോ? വീട്ടിൽ കയറ്റാറുണ്ടോ? ആ മാതിരി വർത്താനം, സൗണ്ട് കേൾപ്പിച്ച നല്ല വർത്താനം. എന്തൊരു നീച രീതിയിലൊക്കെയാണ് ഇവ സംസാരിക്കാന്നറിയില്ല. അല്ലെങ്കിൽ ഒരു NDA സ്ഥാനാർത്ഥിയാണെന്നറിയാം. ഇവരൊക്കെയാണ് ഭാരതമാതാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ട് പൂജിക്കുന്നൊക്കെ വ്യക്തികളാണ്. ഭാരതമാതാവ് ഒരു സ്ത്രീയല്ലേ? ഇവരുടെ സ്ത്രീ പൂജയൊന്നും പറയാതിരിക്കാൻ വേണം. ഒറ്റ ഉദാഹരണം, ഗോത്ര കലാപം ബിൽക്കിസ് ബാനുവിൻ്റെ കഥയായിട്ടാ മതി. ഇപ്പം പറയണേക്കാളും 100 ഇരട്ടി ക്രൂരതയാണ് ചെയ്തത്. അപ്പം ആ ഒരു രീതി ഇവിടെ ഇവൻ കൊണ്ടുവരുന്നുണ്ട്. ഇവന് ആ സ്ഥാനാർത്ഥി വാർഡിൽ വിജയിപ്പിക്കാത്ത ഭാഗ്യം. ഇവനിപ്പോൾ പറഞ്ഞ അങ്ങനെയുള്ള ആൾക്കാരെ ചെയ്ത് റേപ്പ് ചെയ്യണമെന്നൊക്കെ ഇവൻ പറയണം. ഇവൻ്റെ വീട്ടിൽ ഭാര്യയോ സഹോദരന്മാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കള്ളപ്പരാതി കൊടുത്തു. അപ്പോൾ അവർക്ക് എങ്ങനെ ചെയ്യണമെന്ന് തിരിച്ച് ചെയ്യാൻ പറഞ്ഞാൽ ഇയാൾക്ക് ഇഷ്ടപ്പെടും. എന്തൊക്കെ അതിനാണ് പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു രൂപീകരിച്ചാണ്. അവരെന്തെങ്കിലും നടപടി എടുത്തോളൂ. ഈ മാരി വെള്ളത്തിന് പുള്ളിനെ ജയിപ്പിക്കാത്തത് നന്നായി. ഇനി ആ നാട്ടിൽ നിർത്തരുത്, ഓടിച്ചോടണം. പിന്നെ ഇന്ത്യ കടത്തിക്കോ. അതാ ഇപ്പം പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ കാര്യത്തിൽ.